തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയതിനെതിരെ SIT ഹൈക്കോടതിയെ സമീപിക്കും. തന്ത്രിക്കെതിരെ തെളിവുണ്ടെന്നാണ് SITയുടെ വാദം. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെയാണ് SITയുടെ നീക്കം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തൊക്കെയാണ്? അനുശ്രീ, ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വലിയ വാദപ്രതിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. തന്ത്രിയെ കുടുക്കിയതാണെന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് CPM നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്. അതിനുശേഷം നിയമമന്ത്രി രാജീവ് ഉൾപ്പെടെ MV ഗോവിന്ദൻ ഉൾപ്പെടെ ഉള്ളവർ തന്ത്രിക്കെതിരെ തന്നെ വന്നു. ഗൂഢാലോചനയിൽ ഈ കൊള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ്, ഈ കുറ്റവാളികളുടെ പട്ടികയിൽ തന്നെയാണ് തന്ത്രി ഉൾപ്പെടുന്നത് എന്ന വാദമാണ് CPM പ്രധാനമായും ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ തന്ത്രിയുടെ വാദങ്ങൾ, തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്ത വാദമുഖങ്ങൾ പ്രധാനമായും പറയുന്നത് താൻ ഈ യുവതീ പ്രവേശ സമയത്ത് അതിനെ എതിർത്തിരുന്നു, നടയടയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ തന്നെ രാഷ്ട്രീയ വിരോധം തനിക്കെതിരെ ഉണ്ട്, അതുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ഈ കേസിൽ തന്നെ ഉൾപ്പെടുത്തിയെന്നൊരു വാദമാണ് തന്ത്രി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, കോടതി നിരീക്ഷണമായി വന്നത് തന്ത്രിക്ക് ഈ കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം തന്നെ ശരിയല്ല എന്ന വാദമുയർത്തി SIT ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയുടെ വിധിയെ പോലും അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് നീങ്ങുന്ന SITയുടെ ഒരു നടപടി. ശരി, VV വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ MV ഗോവിന്ദൻ. തന്ത്രിയൊക്കെ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളാണെന്ന് ഗോവിന്ദൻ. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലെന്നായപ്പോൾ മാധ്യമങ്ങളും കോൺഗ്രസും മൗനം പാലിച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. കോടതി പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ, നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? നിങ്ങളാരാ ഉത്തരം, നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല, ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, യുദ്ധമില്ല, അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും BJP സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല, എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്, സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം, ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.